അപ്പോൾ മച്ചാമാരെ നമ്മൾ ഫുഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകട്ടോ. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ട്. ആനുവൽ ആവറേജ് വിസിറ്റേഴ്സ് 27 ലക്ഷം ആളുകളാണ് ഒരു വർഷം ഇവിടെ വന്നു പോകുന്നത് കേട്ടോ. ആയിരത്തി 847 ഈ ഗാർഡൻ ഇവിടെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഫ്ലവർ കേട്ടോ ഇവിടെ. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഫുഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകട്ടോ. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഈ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1847 ആണ് ഈ ഗാർഡൻ നിലവിൽ വന്നിട്ടുള്ളത്. ബിജുവേട്ടനൊക്കെ അവിടെ സാധനങ്ങൾക്ക് റേറ്റ് ചോദിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ള ബൊമ്മയ്ക്കായിട്ട് ഈ സൈഡിലൂടെ നടന്നാലോ. 1847 ഈ ഗാർഡൻ ഇവിടെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ഗാർഡനിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ. 22 ഹെക്ടറിലായിട്ടാണ് ഈ ഗാർഡൻ പരന്ന് കിടക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് നോക്കാം. ഇത് നമ്മൾ ഊട്ടിയുടെ ഏകദേശം ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ളൊരു പ്ലേസാണ് ഈ ബോട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാട്ടോ, ഡയറക്റ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ചോദിച്ചറിയാം എത്രയാണെന്നൊക്കെ. മച്ചന്മാരെ തന്നെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് രണ്ടാളുകൾ എത്താനുണ്ട് കേട്ടോ. രണ്ടാളുകൾ എത്താനുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ടോ. പോയോ ബിഗ് ബബിൾ ഇത് മുതലാവോ വാങ്ങിയത്? കിतना 50 അപ്പോൾ നമ്മൾ ബോട്ടാനിക്കൽ ഗാർഡനിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. 100 രൂപയാണ് ഒരാൾക്ക്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ് വരുന്നത് ചാർജ്. ഒരുപാട് പൂക്കൾ എൻട്രൻസിൽ തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള മല്ലിക കണ്ടോ, മല്ലിക ജമന്തിയൊക്കെ നമുക്കിവിടെ കാണാം. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് ബോട്ടാനിക്കൽ ഗാർഡനിലേക്ക് ഊട്ടിയിൽ മിക്കവാറും ആളുകൾ ഈവനിങ് ഇതൊന്ന് എത്തിച്ചേരുക ഏകദേശം ഈ ഒരു സമയത്താട്ടോ. നമുക്ക് ഏറ്റവും ലാസ്റ്റ് കണ്ടോ FNC എന്ന സ്ഥലം, അവിടേക്ക് പോകാം. ഇവിടെ ഈ ഗാർഡനെ കുറിച്ചുള്ള ഏകദേശം വിവരം കേട്ടോ. ഇവിടെ 22 ഹെക്ടർ ലാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡ്, ആവറേജ് മാക്സിമം, ആവറേജ് മിനിമം, ആവറേജ് റിലേറ്റഡ് ഹ്യൂമിഡിറ്റി 70% എന്നീ രീതിയിലുള്ള ആനുവൽ ആവറേജ് വിസിറ്റേഴ്സ് 27 ലക്ഷം ആളുകളാണ് ഒരു വർഷം ഇവിടെ വന്നു പോകുന്നത് കേട്ടോ. അപ്പം ഈ പൂക്കളുടെ ഈ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കാണട്ടോ. നോക്കിക്കേ, മല്ലിക നിൽക്കുന്നൊക്കെ നമുക്ക് കാണേണ്ട നോ എൻട്രി ആണ്, അതാണ് വിഷയം. അല്ലെങ്കിൽ അവിടെ ഒന്ന് പോയിട്ട് വരാമായിരുന്നു അല്ലേ. ഇന്ത്യയുടെ ഒരു മാപ്പ് ഇവിടെ കാണട്ടോ. നോക്കിക്കേ,
അപ്പോൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കണ്ടോ ഈ നെല്ലിപ്പൂവിനോട് സമാനമുള്ളൊരു പൂക്കളാണ് ഇവിടെ. അതിൻ്റെ ഒരു റെഡാണ്. ഇപ്പുറത്ത് കുറേ മല്ലിക പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും ടോപ്പ് കേട്ടോ. ടോപ്പ് സൈഡാണ്. ഇവിടെ എല്ലാം മല്ലിക ഉണ്ടല്ലോ. ഇവിടെ എല്ലാം മല്ലിക ഉണ്ട്. ഒരു വെറൈറ്റി പൂക്കൾ നോക്കിയ ഒരു അതേപോലെ വേറൊന്നും ഇവിടെ ചെടികളൊക്കെ നല്ല ഭംഗിയിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇതൊക്കെ വെറൈറ്റി പൂക്കളാട്ടാ അല്ലേ. ഇതതിൻ്റെ വൈറ്റ് വേറെ അടിപൊളി. എന്താ മുക്കുറ്റിനെ പോലെ ചെറിയ പൂക്കൾ കിട്ടും. അതെന്താ ഇവിടെ മേലെ കയറണ? വാ തകർത്ത് ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കണം. വിളിച്ച് ഇതാണ് കൺസർവേറ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പഴയ ഓർക്കിഡ് ഐറ്റംസ് ആട്ടോ ഈ ഭാഗത്തുള്ളത്. പക്ഷെ ഇവിടെ ക്ലോസിങ് ആട്ടോ അല്ലേ. എന്താ തുറന്നു ഞാൻ അടിപൊളി ഫ്ലവർ കേട്ടോ ഇവിടെ. നോക്കിയാ എന്ത് ഭംഗിയുള്ളതാ. ഏതൊരു പേരുണ്ടാവും. ഇവിടെ റെഡ് തയ്യാറുണ്ട്. ഈ പുല്ലെന്നെ കാണാനല്ലോ സോറി. ചെറിയൊരു പൂ വെറൈറ്റി സാധനം. മച്ചാമാർ ഒരു മലയണ്ണാനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഫോട്ടോ കിട്ടുമെന്ന് അറിയില്ല. ആരാണ്ട് പോയി ചാടി പോണ കറ കിട്ടും അവിടെ. ഇവിടെ ഉണ്ട്, സാധനം ഉണ്ട്. പക്ഷേ മകീഷ്മതി സാമ്രാജ്യത്തിൽ ഇപ്പം ലാസ്റ്റ് ഇരിക്കണല്ലോ ഇങ്ങനെ കാലിപ്പെട്ടിട്ടിട്ട് കളറാവും. നമ്മളെ സ്വന്തം നാഫ് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ പാറക്കെട്ടുണ്ട്. ആ പാറേൻ്റെ മുകളിൽ അടിപൊളി ഫോട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മച്ചന്മാരെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കാണാനുള്ളത്. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സ് ഇവിടെ നോക്കിയാൽ ചെറിയ ഈ നമ്മളെ ചെറിയ ഓണപ്പൂവിൻ്റെ പോലെയുള്ള പൂവുകളാണ് ഭാഗത്തുള്ളത്. ഇവിടെ ഒരുപാട് പൂക്കളുണ്ട്. ഒരു രക്ഷയില്ലേ. ഇതെന്താ വെറൈറ്റി. ഇതിൻ്റെ വിത്തുണ്ടായാലോ ഉണ്ടാവുമോ? ഞാൻ അടിപൊളി സൂര്യകാന്തി കൊണ്ടൊക്കെ ഈ കളർ ഞാൻ കണ്ടിട്ടില്ല. മഞ്ഞയും ഓറഞ്ചും ഉണ്ടാവും അല്ലേ. നോക്കി മഞ്ഞയും ഓറഞ്ചും പൂക്കളാണ് മച്ചന്മാരെ നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ വെറൈറ്റി. ഇതൊക്കെ താമരൻ്റെ പോലെ സാധനം. ചേട്ടാ ഇതൊക്കെ ഒരു വെറൈറ്റി സാധനം കേട്ടോ. വെറൈറ്റി സാധനമാണ്. മല്ലിക നോക്കിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടു സാധനം. ഒരുപാട് പൂക്കളാണ് നമുക്കിവിടെ. ഇതിലൊക്കെ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. ഇറ്റാലിയൻ ഗാർഡനാണ് ഇത്. തകർത്തിട്ടോ. ഇത് ചെറിയ മുക്കുറ്റി ടൈപ്പുള്ള പൂവാണ്. നോക്കിയാൽ ഇത്തരത്തിൽ ഒരുപാട് പൂക്കൾ നമ്മളെ സ്റ്റോറേജ് നിറയുന്ന തരത്തിലുള്ള പൂക്കളാണ്. ഇത് ഉടിച്ചുത്തിനെ പോലെ വേറെ ടൈപ്പോട്ടോ. പൊടിതാണ്. ഊട്ടിയിലെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് കിടിലൻ വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഒരു ചെറിയ
ഡോറ ബുജിയും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു മുയലുകുട്ടിയെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഊട്ടിയിൽ വന്നതല്ല, അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ നമ്മളൊരു ചെറിയ കണ്ടോ ഒരു നീലഗിരി നാരോ ഗേജ് ട്രെയിനിൻ്റെ ഒരു ഊട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു ലോഗോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണോ ലോഗോ? തകർത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണട്ടോ. ഏകദേശം സമയം 6:30 ആവാനായിട്ടുണ്ട്.